ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു സ്കേർട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ഫാബ്രിക് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനുള്ള ഫാബ്രിക്കാണ് കേട്ടോ ആദ്യമായിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തും വിഡ്ത്തും ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ 18 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. 2 ഇഞ്ച് ബെൽറ്റിനും പോകുമ്പോഴേക്കും ബാക്കി 16 ഇഞ്ച് ഈ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 16 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. പിന്നെ വീതി വന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ സൈസ് എത്രയാണോ അത് വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഗ്യാദർ ചെയ്യാൻ നമുക്കിതിൽ ചുരുക്കുകൾ ഇട്ടെടുക്കാനാണ്. അപ്പം ഹിപ്പിൻ്റെ സൈസിൽ നിന്ന് കൂടുതൽ വേണം ഫാബ്രിക്കിന് വീതി ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ട പീസ് ജോയിൻ ചെയ്താണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതേ മെഷർമെൻറ്റിൽ നമുക്ക് നെറ്റ് കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് വെച്ച ആ ഫാബ്രിക്കിൻ്റെ തന്നെ നെറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സെയിം മെഷർമെൻറ്റിൽ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് രണ്ടും, അതായത് ഉള്ളിൽ വെക്കേണ്ട ഈ ലൈനിങ് പീസും പുറത്ത് വെക്കേണ്ട നെറ്റും നമുക്ക് ഒന്ന് ചുരുക്കുകൾ ഇട്ടെടുക്കണം. നമ്മുടെ ഹിപ്പിൻ്റെ സൈസ് അനുസരിച്ച് വേണം ചുരുക്കിയിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, ലൈനിങ്ങും അതേപോലെ ചുരുക്കിട്ടിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ഗ്യാദർ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും നമ്മുടെ നെറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലൊരു 4 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തിട്ട്, നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ബെൽറ്റ് തയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു സൈഡിൽ ഫസ്റ്റ് തയ്ച്ചു കൊടുക്കുക, എന്നിട്ട് അതിനെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ബെൽറ്റ് കിട്ടും. ബാക്കിലേക്ക് ഇലാസ്റ്റിക് കൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഇടാനായിട്ടുള്ള ഈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളിൽ ഞാൻ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ക്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പോൾ സൈഡ് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. സൈഡ് കൂട്ടി തേക്കുക. പിന്നെ നെറ്റിൻ്റെ താഴ്ഭാഗവും നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കി തേക്കുക. ഓക്കെ, അതുകൂടെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കേർട്ട് റെഡിയാവും. അപ്പോൾ ഞാനിവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫാബ്രിക് റോസസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ സ്റ്റോൺ വർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ.